പട്ടിയൊട്ട് തിന്നത്തുമില്ല, പശുവിനോട്ടോ തീറ്റിക്കത്തുമില്ല. അത് തന്നെയാണ് ഇന്ന് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അക്ബറിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബർ. അപ്പോ എന്താ ഇതിന്റെ യാഥാർത്ഥ്യം എന്താന്ന് എനിക്കറിയാം. PR-ന്റെ ബലത്തില് ഇവിടെ മുന്നോട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് എനിക്ക് തോന്നുന്നത് അനുമോളാണ്. അല്ലാതെ നിൽക്കുന്ന പേര് ആരോപണങ്ങളായിട്ടാണെങ്കിലും വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ അനുമോളെ കുറിച്ചാണ്. പിന്നെ പ്രാക്ടിക്കലി കാണുമ്പോൾ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ ബിഗ് ബോസ് ഒരു 7ന്റെ പണി കണ്ടസ്റ്റൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ടാസ്കിൽ PR വർക്ക് ചെയ്യുന്നവരും PR വർക്ക് ചെയ്യാതെ നിൽക്കുന്നവരെയും പറ്റി പറയാനായിരുന്നു. അതിലെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന അനുമോളുടെ പേരാണ്. മോള് PR വർക്ക് കൊടുത്തിട്ടാണോ നിൽക്കുന്നത്? ആണോ? അതെങ്ങനെ ഇവർക്കറിയാം? ഇവർ പറഞ്ഞ എന്താ, അനുമോൾ വന്നതിന് ശേഷം ഇവരോട് ഓരോരുത്തരോടും പറഞ്ഞു എന്നതാണ് പറഞ്ഞത്. അതൊന്നുമല്ല, അത് സീക്രട്ട് ഏജൻ്റ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അനുമോളുടെ PR വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് ഇവരെയും പോയി കണ്ടത്, ഇവരും കൊടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇവർക്ക് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പേ അറിയായിരുന്നു അനുമോൾ PR വർക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. അനുമോൾ 16 ലക്ഷത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് ബിന്നി കണക്ക് സഹിതം പറയുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും നമുക്കറിയില്ല. ഈ പറയുന്നത് ബിന്നി PR വർക്ക് കൊടുത്തിട്ടില്ലേ? ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും നാൾ അവിടെ നിന്നു പോകുന്നത്? ബിന്നി നല്ലൊരു ഗെയിമറാണോ? PR വർക്ക് കൊടുത്തവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ പിടിച്ചിരിപ്പുണ്ട്. ഒരു ഗെയിമും കളിക്കാതെ പരസ്പരം പാര വെച്ച്. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് എന്താ, ആർക്കെങ്കിലും ആരോടും ഇച്ചിരിയെങ്കിലും ജെന്യൂനിറ്റി ഉണ്ടോ? ആരോടും ഇല്ല. ഇപ്പം നിങ്ങൾ തിരിച്ചു പറയും അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇതൊരു ഗെയിമല്ലേ. എന്നാലും ഇത്രയും ദിവസമൊക്കെ ഒരുമിച്ച് ഇരിക്കുമ്പോൾ ഒരു ഫ്രണ്ടെങ്കിലും ഉണ്ടാവാതിരിക്കുമോ? മനുഷ്യനല്ലേ നമ്മൾ. അതിലെനിക്ക് തോന്നുന്നു അഭിഷേകും ഒണിയനും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അവർ തമ്മിൽ പരസ്പരം ഒറ്റുന്നത് ഞാൻ ഒരു ഗെയിമിലും കണ്ടിട്ടില്ല. അവരെന്ത് പറഞ്ഞാലും അതിനെ ആ സെൻസോടെ എടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്നെ ആരും താഴെ വന്ന് ട്രോളാൻ നിൽക്കേണ്ട, ഞാൻ അവരുടെ PR അല്ല. ഇതിന് മുമ്പേ ഞാൻ അവർക്ക് ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ PR ആണെന്നും പറഞ്ഞതിന് കുറേ പേര് കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ PR അല്ല, പക്ഷെ ഉള്ളതുപോലെ പറയണമല്ലോ. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ആർക്കും ആരോടും ഒരു ആത്മാർത്ഥതയില്ല. പരസ്പരം ഗെയിം എങ്ങനെ കുളമാക്കാം, ആർക്കും ഒന്നും കിട്ടാതെ പോട്ടെ എന്നത് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പേ ഉള്ള കുറേ, അതായത് ജാസ്മിൻ്റെയൊക്കെ എപ്പിസോഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എത്ര തല്ലു പിടിച്ചാലും ഗെയിമിൽ അവർ എല്ലാവരും പരസ്പരം ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതേപോലെ അഖിൽമാരാരുടെയും അവിടെയും തല്ലുപിടുത്തമൊക്കെ നടക്കുന്നെങ്കിലും അവർ ആ ഗെയിം ഫിനിഷ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവർ ഗെയിമും ഫിനിഷ് ചെയ്യത്തില്ല, ഒരാൾക്ക് കിട്ടുകയും വേണ്ട. ഇത് നമ്മുടെ പട്ടിയൊട്ട് തിന്നത്തുമില്ല, പശുവിനോട്ടോ തീറ്റിക്കത്തുമില്ല. അത് തന്നെയാണ് ഇന്ന് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും തോന്നാറില്ലേ? സെയിം അത് തന്നെയാണ് നടക്കുന്നത്. ഇനിയെങ്കിലും നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ നോക്കുക. കാര്യം ഇവരൊക്കെ PR ബലത്തിൽ എന്തായാലും പിടിച്ചു നിൽക്കും, നമ്മൾ വോട്ട് ചെയ്തില്ലെങ്കിലും. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നതിന് വരെ ബൈ.